ഞാൻ നാട്ടിൽ പോവാണ് അല്ലേ ടു ജോർജിയ. എന്നെ യാത്രയാക്കാൻ വന്നേക്കും അല്ലേ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഭയങ്കര ശബ്ദം കുറച്ചാണ് പറയുന്നത് ബിക്കോസ് ഇപ്പം സമയം 12:15 എൻ്റെ ഈ കോലം കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കേണ്ട. ബിക്കോസ് ഞാനൊരു ബ്രേക്ക് എടുത്തപ്പോൾ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് 1:30 ആകുമ്പോൾ അമ്മയും അച്ഛനെ വിളിക്കണം. കാരണം നമുക്ക് എയർപോർട്ടിൽ പോകണം. നമ്മുടെ ഒരു റിലേറ്റീവ് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഹലോ, അപ്പോൾ ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. ഞാനൊരു 1:20 ആയപ്പോഴത്തേക്ക് റെഡി ആവാൻ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. 1:30 ആയി. അവിടെ സ്കൂളിൽ എന്തോ പണി നടക്കുന്നുണ്ട്. 2 ഒന്നും അല്ല. എന്തിനാണോ ഭയങ്കര പെയിന്റ് പാടായിരുന്നു വൈകുന്നേരം ഇവിടെ ഈ ഏരിയയില്. അടിപൊളി വിജനമായ റോഡ്. വിജനമെന്ന് പറഞ്ഞ നാക്ക് വാരിട്ടില്ലാലും പെട്ട വണ്ടി. ആൾക്കാർ ഇത് എങ്ങോട്ടാണോ എന്താ പോന്നെ. ആ AI ക്യാമറ വെച്ച് അറിഞ്ഞോ? എവിടാന്ന് അറിഞ്ഞൂടാ, എവിടെ വെച്ച്. ഇത് ദുബായിലായിരുന്നു. ഈ ഫുള്ള് വെട്ടായിരുന്നിരിക്കും അല്ലേ. ഇതിലും തിരക്ക് കാണുമായിരിക്കോ? അവിടെ എന്തിന് ഇത്ര തിരക്ക് രാത്രിയും? അപ്പൊ ഗൈസ്, അച്ഛനാണെങ്കിൽ ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ സമയം 2 മണി ആയിട്ടുണ്ട്. സോ ഫ്ലൈറ്റ് ഓൾറെഡി ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ മെനക്കേടാ എന്ന് വെച്ചാ അടുത്ത് ഈ കളർ ഗ്രേഡിങ് ചെയ്തിട്ട് ഇടാൻ പറ്റൂ. അതല്ലേ എനിക്ക് മടി വരുന്നത്. ഞാൻ വണ്ടിയിരുന്ന അതാണ് എഡിറ്റ് ചെയ്ത വീഡിയോസ്. വയലിന്റെ വീഡിയോ കൂടെ ഇട്ടിട്ടേ എല്ലാ പാട്ടിട്ടുണ്ട്. മറ്റേ ഏതോ കിളിനാളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേനത്തോട്ട് പറഞ്ഞ എന്തോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വണ്ടി ഇട്ടേക്കാനായിട്ട് പ്രത്യേകം പൈസ കൊടുക്കണോ? അല്ല, ലൈക്ക് ആഴ്ച തോറോ എങ്ങനെ? അത് അബാൻഡൻഡ് കാർ. നമ്മൾ നാട്ടിൽ പോവുകയാണ് ഗൈസ്. നമ്മളല്ല, ഞാൻ നാട്ടിൽ പോവാണ് അല്ലേ. ഞാൻ സ്റ്റഡി ടൂർ പോവാണ് ടു ജോർജിയ. യെസ്, ഓഫ് കോഴ്സ്. അപ്പോ കറച്ചെന്ന് വരുന്നോ കൈസ്. ഇപ്പൊ സമയം 2 മണിയായി. ഞാൻ ഇപ്പൊ നാട്ടിലോട്ടാണല്ലോ പോകുന്നേ. അതിന് നമ്മൾ വന്നിരിക്കുന്ന ഏരിയ അറൈവലിന്റെ ഏരിയ. യെസ്. ഈ ഉറക്കം വന്നിട്ടേ കണ്ണില് കുരുങ്ങിയിരിക്കുന്ന സമയത്ത് നാട്ടിൽ പോകാനങ്ങാനായിട്ട് വരണം. നല്ല ബെസ്റ്റ് ആംബിയൻസ്. എനിക്ക് ഒത്തിരി ഇഷ്ടം ആ പരിപാടി. രാത്രി യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലോഞ്ച് ആക്സസ് യാത്രയാക്കാൻ വന്നേക്കും അല്ലേ. ഏകദേശം 2:45 ഇതുവരെയും അങ്കിൾ വന്നിട്ട് നല്ല തിരക്കുണ്ട്. അവിടെ കുറെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും മദാമയും സാഹിബ്സാണ് കേട്ടോ. അവരുടെ ഗെറ്റ് ടുഗെദർ ഐ തിങ്ക്
ഈ പ്രായമായ ആൾക്കാരുടെ ഇംഗ്ലീഷ് ടൈപ്പ് കുടുംബശ്രീ യോഗത്തിന് പോകും. ഇവിടെ ആരും ടൂറിസ്റ്റ് ടൈമായോ ടൂറിസം ടൈമായോ തീരാറാവുമ്പോഴാണ് അത് വരുന്നത്. നവംബർ കഴിയുമ്പോൾ തുടങ്ങും, ഒരു ഫെബ്രുവരി. അപ്പൊ സലാലയുടെ ടൈം എപ്പോഴാ? ജൂൺ. ഇവിടെ ചൂടാകുമ്പോ അവിടെ തണുപ്പാണ്. നാട്ടിൽ മഴ അതാണ് ജൂൺ ജൂലൈ ആ സമയത്ത് സലാലയിൽ. ഏതോ ബാഗ്സ് ഓൺ ബെൽറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചറെ എല്ലാ ടീച്ചർമാരും വന്നിട്ട് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാതെ വിടരുത്, നോ ക്വസ്റ്റ്യൻ ഷുഡ് ബി ലെഫ്റ്റ് അൺഅറ്റംപ്റ്റഡ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ബാഗേജ് മസ്റ്റ് നോട്ട് ബി അതേ ടോണായിരുന്നു. ഗൈസ്, അടുത്ത സംശയം, നമ്മളിവിടെ ആക്ച്വലി വന്നത് 2:15 ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മണിയായിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ സിമ്മും ഇല്ല, വിളിക്കാനും പറ്റില്ല. അച്ഛനൊരു കാര്യം ചെയ്യുമ്പോൾ അച്ഛൻ പുറത്തു പോയി നോക്കും. ഞാൻ ഇവിടെ നിന്ന് നോക്കട്ടെ, ഞാനിവിടെ തന്നെ ഇരിക്കാതെ സീറ്റ് പോകും. ഇവിടുന്ന് നോക്കാൻ വരുന്നുണ്ടോ എന്ന് കാരണം പുറത്തു നോക്കാൻ പോയി കഴിഞ്ഞാൽ 3.5 മണിക്കൂറോളം പോസ്റ്റായിരിക്കും. ഈശ്വരാ, ഓൾവേസ് ഫ്ലൈ. ഹബീബി ഹബീബി കം ടു മാൻ. വന്നോ? പുറത്തൊന്നും ഇല്ലേ? ഇത്ര വിളിക്കാനും വഴിയില്ലല്ലേ? നാട്ടിലെ നമ്പറിലോട്ട് വിളിച്ചാൽ കിട്ടും. പോസ്റ്റ് പോസ്റ്റ് ചായ കുടിക്കുമ്പോ മനസ്സും നിറയും, എല്ലാം നിറയും. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മളടുത്തോളാം. ഇവിടുന്ന് ചായ കുടിച്ചാലേ വയറും നിറയും, മനസ്സും നമ്മുടെ നിറയും കണ്ടിട്ട്. അമ്മാമ്മയും അപ്പൂപ്പന്മാരും എല്ലാം കൂടെ ടൂറിസ്റ്റ് ബസ് നോക്കി പോയിട്ടുണ്ട്. കാശ് ഒന്ന് കാണണമായിരുന്നു. എല്ലാം ചുമന്ന പെട്ടി, ചുമന്ന ജാക്കറ്റ്. ഇങ്ങോട്ട് വേറെ ഒരു ഫ്ലൈറ്റും കാണുന്നില്ലല്ലോ, ഉള്ളതെല്ലാം കഴിഞ്ഞ്. ബാക്കി ഇത്രയും പോയി തുടങ്ങുകയും ചെയ്തു. കുറെ കാലം മര്യാദക്ക് കുറെ കിടന്നു കൊച്ച. എന്തായാലും കുറെ കാലത്തിന് ചോദിച്ചാ കാണുന്ന അല്ലെങ്കിൽ കൊച്ചു തിരിച്ചു കാണുന്ന. അയ്യോ, അതിന് എത്തിയിട്ട് മസ്കറ്റിലോട്ട് വന്ന എല്ലാ ഫ്ലൈറ്റും തീർന്നു ഗൈസ്. ആക്കൊണ്ടായിരുന്ന കൊച്ചിയുടെ ഫ്ലൈറ്റാണ്. കൊച്ചിയുടെ ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞു. ഇനി ഒരു ഫ്ലൈറ്റും ഇപ്പോൾ സർക്കാരും കാണിക്കുന്നില്ല. ഇത്രയും ഫ്ലൈറ്റുകൾ ഈ ലോകത്തിപ്പോൾ കറങ്ങുന്നുണ്ടെന്ന് നോക്കുമ്പോൾ അവർ ദൂരെ നിന്ന് വന്നവരാണെങ്കിലേ അവരുടെ എത്ര നേരത്തെ കഷ്ടപ്പാടായിരിക്കും കൊച്ചിനൊന്ന് ഉറക്കിക്കിടത്തിയത്. 3:10 3:11 കൊച്ചിനാണ് പുതിയ വിഷയം. എന്നിട്ടെന്താ മാമ വരാത്ത? ഈ നടപ്പാത കണ്ടോ ഗൈസ്? അത് ഡിപ്പാർച്ചറിന്റെ ഏരിയ ആണ്. ഇതിന്റെ നടുക്ക് അവിടെ ആൾക്കാർ കിടന്നുറങ്ങാണ്. അവിടെ ലോഞ്ച് ആണെന്ന് തോന്നുന്നു, ബിക്കോസ് ഞാൻ ഇതുവരെ ഏരിയ പോയിട്ടില്ല. അവിടെ ആൾക്കാർ കിടന്നുറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതുവരെ അവിടെ പോയിട്ടില്ല. കിട്ടി. അങ്ങനെ കുറെ നേരം കാത്തിരുന്നതിന് ശേഷം അങ്കിള് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി. അങ്കിൾ ഓൾമോസ്റ്റ് ഒരു 3:15 കേട്ടോ വന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ വീട്ടിലെത്തിയത് 4 മണിക്കാണ് കേട്ടോ.